നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയം, ഈ രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ് നരേറ്റീവ്, പ്രോപ്പഗണ്ട, എക്കോസിസ്റ്റം എന്നൊക്കെ. പൊതുവേ പതിറ്റാണ്ടുകളായിട്ട് കോൺഗ്രസും ഇപ്പോൾ BJP ഒക്കെയാണ് രാജ്യം ഭരിക്കുന്നതെങ്കിലും ഇവിടെ ഇടതുപക്ഷം പടച്ചു വച്ചിരുന്ന ചില നരേറ്റീവുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുടേതായിട്ട് തന്നെയുള്ള ചില എക്കോസിസ്റ്റം, പ്രോപ്പഗണ്ടകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സംഗതിക്ക് കോൺഗ്രസും അത്ര മോശമൊന്നുമല്ല. കഴിഞ്ഞ 10-15 വർഷമായിട്ട് മലയാളികൾ വിശ്വസിച്ചിരുന്ന ഒരു നരേറ്റീവ് ഉണ്ട്. ശശി തരൂർ വിശ്വപൗരനാണ് എന്നതാണ് നരേറ്റീവ്. ആരാണ് ശശി തരൂർ വിശ്വപൗരനാണ് എന്ന് പറഞ്ഞത്? അത് കോൺഗ്രസ്സുകാരാണ് പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ മാനദണ്ഡം അല്ലെങ്കിൽ ക്രൈറ്റീരിയ? ശശി തരൂർ വിശ്വപൗരനാണെന്ന് പറഞ്ഞു, ബാക്കിയുള്ള ആളുകൾ അതങ്ങ് വിശ്വസിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ ശശി തരൂർ വിശ്വപൗരനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. അതാത് മേഖലയിൽ മികവ് തെളിയിച്ചവർ, ഒന്നിലധികം രാജ്യങ്ങളിലൊക്കെ അറിയപ്പെടുന്ന ആളുകൾ, മറ്റുള്ളവർ കേട്ടാലും അല്ലെങ്കിൽ അവരെ വാക്കുകൊണ്ടോ എഴുത്തുകൊണ്ടോ ഒക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തികളെയൊക്കെയാണ് പൊതുവെ വിശ്വപൗരന്മാർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള സച്ചിൻ തെണ്ടുൽക്കറെ ആണെങ്കിലും മെസ്സി ആണെങ്കിലും, ഇനി ഫുട്ബോളർ അർജൻറ്റീനക്കാരനായിട്ടുള്ള മെസ്സി, അതുപോലെ തന്നെ പോർച്ചുഗലിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ, നമ്മുടെ രജനീകാന്തും ഷാറുഖ് ഖാനും അല്ലെങ്കിൽ അമീർ ഖാൻ തുടങ്ങിയവരെയൊക്കെ വേണമെങ്കിൽ വിശ്വപൗരന്മാർ എന്ന് പറയാം. കാര്യം അവർ ഇന്ത്യയിൽ മാത്രമല്ല, മെസ്സി അർജൻറ്റീനയിൽ മാത്രമല്ല, ലോകത്ത് പല രാജ്യങ്ങളിലും അറിയപ്പെടുന്ന ആളുകളാണ്. പലയിടത്തും പലരെയും സ്വാധീനിക്കാൻ കെൽപ്പുള്ള ആളുകളാണ്. അത്തരം ആളുകളെയൊക്കെ നമുക്ക് വിശ്വപൗരന്മാർ, രാജ്യങ്ങളെ അല്ലെങ്കിൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ള ആളുകൾ എന്ന് പറയാം. എന്നാൽ കേരളത്തിന് പുറത്ത് ഇതൊന്നും ഇല്ലാത്ത ശശി തരൂർ വിശ്വപൗരനാണ് എന്ന് കോൺഗ്രസ് ഒരു നരേറ്റീവ് പടച്ചു വെച്ചു. നമ്മളത് വിശ്വസിച്ചു. എന്ത് കാര്യത്തിന്? 2009 അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം, ഒരുപാട് അറിവുണ്ട്, പുസ്തകം എഴുതിയിട്ടുണ്ട്, ദാ വിശ്വപൗരനാണ്. അപ്പോൾ അന്ന് ആളുകൾ ചോദിച്ചു, എന്താ വിശ്വപൗരൻ? അപ്പോൾ പറഞ്ഞു, UN അണ്ടർ സെക്രട്ടറി ആയിട്ട് എന്തോ മത്സരിച്ചിട്ടുണ്ട്, അതാണത്രേ അദ്ദേഹത്തിൻ്റെ മികവ്. യുണൈറ്റഡ് നേഷൻസിന് തന്നെ പ്രശസ്തിയില്ലാത്ത കാലത്തൂടെയാണ് ലോകം ഇപ്പോൾ കടന്നു പോകുന്നത്. ലോകത്ത് 4 യുദ്ധം നടക്കുന്നു. 4 യുദ്ധങ്ങൾ പല രാജ്യങ്ങളിലായിട്ട് നടക്കുന്നു. അതൊന്നും നിയന്ത്രിക്കാനോ നിർത്താനോ കഴിവില്ലാത്ത ഒരു കടലാ സംഘടന പോലെയായി UN. ഒരുപക്ഷെ UN പറയുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണ്ടെങ്ങാണ്ടോ അവിടേക്ക് മത്സരിച്ച ഒരാൾ ആ കാരണം കൊണ്ട് വിശ്വപൗരനാണ് എന്ന് കോൺഗ്രസ് ഇവിടെ പടച്ചു വെച്ചു. അത് വിശ്വസിക്കാനും കുറേ ആളുകളുണ്ടായി. അങ്ങനെയാണ് 2009 തരൂർ ഇവിടെ ജയിക്കുന്നത്. അതിനുശേഷം ആ നരേറ്റീവിൻ്റെ പിൻപറ്റി അവർ ആവർത്തിച്ചു കൊണ്ടിരുന്നു, വിശ്വപൗരനാണ്. അയാളുടെ രൂപങ്ങൾ, അയാളുടെ വേഷഭൂഷാദികൾ, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് സംസാരം, കടിച്ചാൽ പൊട്ടാത്ത കുറേ വാക്കുകൾ, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ്, ഇതൊക്കെയാണോ വിശ്വപൗരൻ എന്ന പട്ടം കിട്ടാനുള്ള ആ മാനദണ്ഡം? ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ആളുകളും കാണില്ലേ, അദ്ദേഹത്തിനെ പഠിപ്പിച്ച ആളുകളും കാണില്ലേ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അതുപോലുള്ള സ്ഥലത്ത് പഠിപ്പിച്ച അവരെല്ലാവരും വിശ്വപൗരന്മാരാവണ്ടേ? അതൊന്നുമല്ല. ആളുകളെ പറ്റിക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും പ്രബുദ്ധ മലയാളികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ പടച്ചങ്ങോട്ട് വെച്ചതാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ വിശ്വപൗരൻ പോട്ടെ, ഈ ദേശീയ പൗരനെങ്കിലും ആയിരുന്നു എങ്കിൽ കുറഞ്ഞ പക്ഷം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടെങ്കിലും ഇരിക്കേണ്ട ആളല്ലേ? അതിനുപോലും അവർ സമ്മതിച്ചില്ലല്ലോ. കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവാൻ ആരാ വോട്ട് ചെയ്യേണ്ടത്? എല്ലാ ജനങ്ങളും അല്ലല്ലോ, കോൺഗ്രസ്സുകാരാണ് വോട്ട് ചെയ്യേണ്ടത്. അതിൽ പോലും അദ്ദേഹത്തിന് അവർ സ്ഥാനം കൊടുത്തില്ല. അദ്ദേഹവും മല്ലികാർജ്ജുനും ഖാർഗെയും കൂടെ 80 വയസ്സ് കഴിഞ്ഞ ആളും കൂടെ മത്സരിച്ചപ്പോൾ പോലും മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ജയിച്ചത്. അവിടെ വിശ്വപൗരനായിട്ടുള്ള അവർ കൊണ്ട് ആടുന്ന തരൂർ തോറ്റുപോയി. ആ വ്യക്തിയെ നമ്മുടെ മുന്നിലോട്ട് അവതരിപ്പിച്ചിട്ട് പറയുകയാണ്, ദാ വിശ്വപൗരൻ. എന്ത് വിശ്വപൗരൻ? 15 വർഷമായിട്ട് MP ആയിട്ടിരിക്കുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ മേന്മ? അല്ലെങ്കിൽ ആ മേഖലയിൽ അദ്ദേഹം മികവ് കാണിച്ച് എന്താണ്? വന്ന സമയത്ത് നമ്മൾ കേട്ടു, തിരുവനന്തപുരം ഇതാ ബാഴ്സലോണയിലെ പോലെ ഇരട്ട നഗരമാക്കാൻ പോകുന്നു, ആക്കിയോ? ഹൈക്കോടതി ബെഞ്ചൊരെണ്ണം ദാ തിരുവനന്തപുരത്ത് സ്ഥാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആക്കിയോ? ഇവിടെയുള്ള ശരാശരി MPമാർ ചെയ്യുന്ന പോലെ തന്നെ ഹൈമാക്സ് ലൈറ്റുകളും മറ്റുമൊക്കെ വെച്ചു, കുറച്ച് വെയിറ്റിംഗ് ഷെഡുകളും ഒക്കെ പണിതതിൻ്റെ അപ്പുറം ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും സ്വാധീനിക്കാൻ കഴിഞ്ഞോ ശശി തരൂർ എന്ന വിശ്വപൗരന്? ഇല്ല എന്നാണ് ഉത്തരം. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളോളം നീണ്ടു നിന്ന സമരങ്ങളുണ്ടായിരുന്നു. കലാപത്തിന് സമാനമായിട്ടുള്ള സമരങ്ങൾ നടന്നിരുന്നു തിരുവനന്തപുരത്ത്. അതൊന്നുപോലും നിയന്ത്രിക്കാൻ പോലും അദ്ദേഹത്തിനെ കൊണ്ട് പറ്റിയിരുന്നില്ല. ആവശ്യമുള്ള സമയത്തൊന്നും അദ്ദേഹത്തിന് ജനങ്ങളുടെ അടുക്ക് ചെന്നിട്ടുമില്ല. ആകെപ്പാടെ ഒരു അഴകിയ രാവണൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചിട്ട് ഇതാണ് വിശ്വപൗരൻ എന്ന് പറഞ്ഞ് മലയാളിയെ പറ്റിക്കുക മാത്രമാണ് ചെയ്തത്. ഇനിയെങ്കിലും ചിന്തിക്കണം, എന്താണ് ഈ വിശ്വപൗരൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡം? ഇംഗ്ലീഷ് പറയുന്നതല്ല തീർച്ചയായിട്ടും, പുസ്തകം എഴുതുന്നതും അല്ല. പുസ്തകം എഴുതിയാലും ആവാം. ബെർണാഡ് ഷാ പോലെയുള്ളവർ അല്ലെങ്കിൽ ഷേക്സ്പിയറിനെ പോലെയുള്ളവരെയൊക്കെ അവർ ഏത് രാജ്യത്താണോ ജീവിച്ചിരുന്നത് അവിടുത്തെ ആളുകൾ മാത്രമല്ല അവരെ വായിച്ചത്, ലോകത്തുള്ള മിക്ക രാജ്യങ്ങളിലെ ആളുകളും വായിക്കുകയും അവരെയൊക്കെ സ്വാധീനിക്കാൻ
പറ്റിയ ആൾക്കാർ. എന്തിനാ, കാറൽ മാർക്സിനെ പോലും പറയാം വേണമെങ്കിൽ വിശ്വപൗരനാണ് എന്ന് പറയാം. പക്ഷേ ആ ഗണത്തിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റുന്ന വ്യക്തിയെയല്ല ശശി തരൂർ. ഇതാണ് കഴിഞ്ഞ 10-15 വർഷമായിട്ട് മലയാളികൾ ധരിച്ചു വച്ചിരുന്ന ഒരു വലിയ തെറ്റിദ്ധാരണ. പ്രബുദ്ധ മലയാളിയെ വളരെ ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റുമെന്നതിൻ്റെ തെളിവാണിത്. ശശി തരൂർ വിശ്വപൗരനാണ് എന്നത്. ശശി തരൂർ എന്തോന്ന് വിശ്വപൗരൻ? ദേശീയ പൗരൻ പോലും അല്ല. ദേശീയ പൗരനായിരുന്നുവെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ ഇരിക്കുമായിരുന്നു. അവർക്ക് പോലും താല്പര്യമില്ല. അവർക്ക് പോലും താല്പര്യമില്ലാത്ത ആളെയാണ് അവർ കെട്ടി എഴുന്നള്ളിച്ച് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്. ഇതാ വിശ്വപൗരനെ ജയിപ്പിച്ചു വിടുന്നത്. എന്തായാലും വിശ്വപൗരൻ്റെ കാര്യം ഇത്തവണ തീരുമാനമായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.